സോ അടുത്ത നമുക്കിനി പറയാനുള്ളത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിലൂടെ ഫയൽസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഫയൽ ഹാൻഡ്ലിംഗ് നിങ്ങൾ ഇപ്പോൾ നോർമലി നമ്മളൊരു ഫോണിലാണെങ്കിലും കുറേ ഹാൻഡ്ലിംഗ് നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇമേജ് ഫയൽസ്, മ്യൂസിക് ഫയൽസ്, മെസ്സേജിങ് ആപ്സുകൾ, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതൊക്കെ ഒരു ഫയൽ എന്നുള്ള കോൺസെപ്റ്റും അല്ല, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രീം ഓഫ് ബൈറ്റ്സിനെ നമുക്ക് ഫയൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഫയൽ ഹാൻഡ്ലിംഗ് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഫയൽസ് യൂസിങ് പ്രോഗ്രാമിംഗ്. ഒരു പ്രോഗ്രാമിംഗ് വഴി നമ്മൾ എങ്ങനെ ഒരു ഫയലിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫയൽ ഹാൻഡ്ലിംഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ് ആണ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് വന്നിട്ട് ടെക്സ്റ്റ് ഫയൽ. ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി കണ്ടിട്ടുണ്ടാവുന്ന ഫയൽസൊക്കെ ടെക്സ്റ്റ് ഫയൽസാണ്. അതായത് ഇപ്പോൾ ഡോക് ഫയൽ ആയിക്കോട്ടെ, നോട്ട് പാഡ് വെച്ച് എഴുതുന്നതാണ് ടെക്സ്റ്റ് ഫയൽ ആയിക്കോട്ടെ, CSV നിങ്ങൾ അങ്ങനെ കാണാൻ സാധ്യതയില്ല, ഇതൊക്കെ ടെക്സ്റ്റ് ഫയൽസാണ്. സോ നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന, നമ്മൾ റൈറ്റ് ചെയ്യാൻ, നമ്മൾ ഒരു കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ടെക്സ്റ്റ് ഫയൽസാണ്. ഓക്കെ, ആൻഡ് അതിൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതുന്ന ഫോമാറ്റിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതാണ് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വിൽ കണ്ടെയ്ൻ സം എന്താ പറയുക, റോ ഡാറ്റ ആയിരിക്കും. അതായത് റോ ബൈനറി ഡാറ്റ ആയിരിക്കും, 0-1. നിങ്ങൾക്കറിയാം വിഷന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് 0-1 ആണ്. സോ ബേസിക് ആയിട്ടുള്ള 0-1 കോമ്പിനേഷൻ ആയിരിക്കും അതിനുള്ളിൽ സ്റ്റോർ ആയിട്ടുണ്ടാവുക, ഡാറ്റ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഇമേജസ്, വീഡിയോസ്, അതുപോലെ എക്സിക്യൂട്ടബിൾ ഫയൽസ്, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ ഒരു ബൈനറി ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടാവും സി ഡ്രൈവിൽ പോയി നോക്കിയാൽ .bin ഫയൽസ് കുറേ കാണാൻ പറ്റും, .exe ഫയൽസ് കാണാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില .mov, .mp3, .jpeg, ഇങ്ങനത്തെ ഫയൽസൊക്കെ ബിൻ ഫയൽസാണ്. അതായത് ബൈനറി ഫയൽസാണ്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ CSV ആണ്, കോമ സെപ്പറേറ്റ് വാല്യൂ. ടെക്സ്റ്റ് ഫയലിൻ്റെ ഒരു വേറെ ഫോമാറ്റാണ്. അവിടെ നമുക്ക് ഡാറ്റയെ നമുക്കൊരു ടാബ്ലർ റെപ്രസെൻറ്റേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, റോസ് കോളംസ് ആയിട്ട്. പക്ഷേ അവരുടെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഡോക്യുമെൻറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾ ഒരു ലൈൻ കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ അമർത്തു, അങ്ങനെയല്ലേ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, ഓരോ സെൻറ്റൻസ്, ഓരോ സെല്ലുകൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടേബിളിലാണെങ്കിൽ സെല്ല് എന്നല്ലേ പറയുക, ഓരോ സെല്ല് കഴിഞ്ഞാലും നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കോമയാണ് യൂസ് ചെയ്യുക, കോമ. ഓക്കെ, അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ഓക്കെ, സോ പിന്നെ നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒന്ന് പറയാം. മെയിനായിട്ട് ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. CSV എന്ന് പറഞ്ഞാൽ ടാബ്ലറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ബൈനറി എന്ന് പറയുന്നത് റോ ബൈനറി ഡാറ്റ ആയിരിക്കും. പിന്നെ ടെക്സ്റ്റ് ഫയലിൻ്റെ കണ്ടന്റ് എന്തായിരിക്കും, ചിലപ്പോൾ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും, സ്ട്രക്ചേർഡ് ആയിരിക്കും, ഡിപ്പെൻസ് ഓൺ ദ യൂസറുടെ യൂസേജിനനുസരിച്ച് അത് മാറി മാറി വരും. ഓക്കെ, CSV അങ്ങനെയല്ല, സ്ട്രക്ചേർഡ് ആണ്, റോസും കോളംസ് വെച്ച റെപ്രസെൻറ്റേഷൻ. ബൈനറി ഫയൽസ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ വിഷ്വൽ ലാംഗ്വേജ്. ഓക്കെ, ഫയൽ സൈസ് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽസ് എപ്പോഴും ഹൈ ആയിരിക്കും, ഭയങ്കര ലാർജ് ആയിരിക്കും. മറ്റേത് ലാർജർ ദാൻ CSV എന്ന് പറയുന്നത് ലാർജർ ദാൻ ബൈനറി ഫയലാണ്, പക്ഷേ സ്മോളർ ദാൻ ടെക്സ്റ്റ് ഫയൽസ് ആണ്. പക്ഷേ അത് ഒരു മിനിമം ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ്. ബൈനറി ഫയൽസ് എപ്പോഴും സ്മോളർ ആണ്, ബിക്കോസ് ഇറ്റ്സ് റിട്ടൺ ഇൻ എ ലാംഗ്വേജ് ദറ്റ് ഈസ് മോർ ക്ലോസ് ടു കമ്പ്യൂട്ടർ. അപ്പോൾ അതുകൊണ്ടാണ് സൈസ് കൂടുന്തോറും നമുക്ക് എപ്പോഴും അറിയാം സ്പീഡ് കുറയുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ഫയൽസ് സ്പീഡ് സ്ലോ ആണ് കമ്പയർ ടു ബൈനറി. CSV ഇൻ ബിറ്റ്വീൻ ആണ്, കുഴപ്പമില്ല, മോഡറേറ്റ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ഫയൽസ് റീഡും റൈറ്റും ഒക്കെ ചെയ്യാൻ പറ്റും, CSVയിലും റീഡും റൈറ്റും ഒക്കെ ചെയ്യാം. എല്ലാത്തിനും നമുക്ക് റീഡ് റൈറ്റ് ഓപ്പൺ ഒക്കെ ചെയ്യാം. ടെക്സ്റ്റ് ഫയലിലെ ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ സ്ലാഷ്, അതായത് എൻ്റർ അമർത്തി നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നതാണ്. ന്യൂ ലൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഡീലിമിറ്റർ. CSVയിൽ കോമ അല്ലെങ്കിൽ ടാബ് ആണ് സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ബൈനറി ഫയൽസിൽ നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡീലിമിറ്റേഴ്സ് ഇല്ല, അത് റോ ഡാറ്റയാണ്, 0-1 കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇനി റീഡബിലിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ഫയൽസ് ഭയങ്കര റീഡബിൾ ആണ് ബൈ ദ ഹ്യൂമൻ ബീങ്. ബൈനറി ഫയൽസ് നോട്ട് റീഡബിൾ ആണ്. CSV നമുക്ക് പാർഷ്യൽ റീഡബിൾ ആണ്, ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അനുസരിച്ചിട്ടോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് റീഡബിൾ ആയിരിക്കും. പലതരം ആക്സസ് മോഡ്സുകളുണ്ട്, RW, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇതാണ് ബേസിക് ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്സ്റ്റ് ഫയൽ, ബൈനറി ഫയൽ ആൻഡ് CSV. ഇനി നമുക്ക് പറയാനുള്ളത് എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ഫയലിൽ ചെയ്യാൻ പറ്റും. നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും, അപ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്താ ഇത് വ്യത്യാസം പറയാം. റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ഓക്കെ, ഒരു ഓൾറെഡി ഉള്ള സാധനത്തിൽ നിന്ന് നമ്മൾ എന്തോ വായിച്ചെടുക്കുന്നതാണ് റീഡ് എന്ന് പറയാം. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്പേസിലേക്ക് റൈറ്റ് ചെയ്യുക, അതാണ് റൈറ്റ് എന്ന് പറയുക. ഓവർ റൈറ്റ് എന്ന് കിട്ടണം, അതായത് എഴുതി വെച്ച സാധനത്തിന് മേലെ കൂടെ എഴുതുന്ന പ്രോസസ്സാണ് ഓവർ റൈറ്റ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പെൻഡ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച സാധനത്തിൻ്റെ ബാക്കിലോട്ട് അറ്റത്ത് നമ്മൾ വേറെ വാല്യൂ അറ്റാച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ മോഡുകൾ ഫയൽ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഓരോ റെപ്രസെൻറ്റേഷൻ. ആണെങ്കിൽ റീഡാണ്, അപ്പോൾ ഒരു ഫയൽ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ റീഡ് ചെയ്യണത് F എന്ന് പറഞ്ഞ ഫയലാണ്, ആ ഫയൽ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എറർ വരും.
ഓക്കെ. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിംഗ്, ടെക്സ്റ്റ് ഫയൽ റൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു എഫ് എന്ന് പറഞ്ഞ ഫയൽ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ എഴുതാൻ വെച്ച കണ്ടന്റ് അതിൽ എഴുതും. അല്ല അവിടെ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ ആയിരിക്കും ഓവർ റൈറ്റ് ചെയ്തിട്ട് എഴുതുന്നുണ്ടാവുക. ഏന്ന് പറഞ്ഞാലും സെയിം ആണ്, അപ്പൻഡിങ് ആണ്. ആ ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞ സാധനം അവിടെ അറ്റാച്ച് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇത് അറ്റാച്ച് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് രണ്ട് കോമ്പിനേഷനിൽ ഓപ്പൺ ചെയ്യാം, R+W+A+. R+ എന്ന് പറഞ്ഞാൽ റീഡിങ്ങും റൈറ്റിങ്ങിനും വേണ്ടി യൂസ് ചെയ്യണം. W+ എന്ന് പറഞ്ഞാലും റൈറ്റിങ്ങും റീഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുക. ഓവർ റൈറ്റ് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യും. അപ്പൻഡ് ആൻഡ് റീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റീഡിങ്ങും റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റീഡിങ്ങും അപ്പൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ന്യൂ ഫയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇനി ബൈനറി ഫയൽസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RB, WB, AB. ടോട്ടൽ 8 ഫയൽ ഓപ്പറേഷൻ മോഡ്സുകളാണുള്ളത്. RWA, then R+W+A+, then RB, WB, AB. ഇത് സ്പെസിഫിക് RB, WB, AB എന്ന് പറയുന്നത് ബൈനറിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ മോഡ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് ആണ്. നമുക്ക് പല രീതിക്കുള്ള ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഓപ്പൺ ആണ്. ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ക്ലോസ് ആണ്. റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് റീഡ് എന്നുണ്ട്, റീഡ് ലൈൻ ഉണ്ട്, റീഡ് ലൈൻസ് ഉണ്ട്. റൈറ്റ് ഉണ്ടെങ്കിൽ റൈറ്റ് ഉണ്ട്, റൈറ്റ് ലൈൻസ് ഉണ്ട്. ഇത് ടെക്സ്റ്റ് ഫയലിനെ കോൺസെപ്റ്റ് ഇതിലാണ് പറയുന്നത്. റീഡ് ഓഫ് സൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 10 ക്യാരക്ടർ റീഡ് ചെയ്താൽ മതിയെങ്കിൽ റീഡ് ഓഫ് 10 എന്ന് കൊടുക്കാം. എനിക്ക് ലൈനായിട്ട് ഒരു ലൈൻ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ റീഡ് ലൈൻ. എനിക്ക് കുറേ ലൈൻസ് ഒപ്പം കിട്ടുന്നുണ്ടെങ്കിൽ റീഡ് ലൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞ സാധനം അതിൽ എഴുതുക എന്നുള്ളതാണ്. റൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിസ്റ്റായിട്ട് മൊത്തം എഴുതി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായിട്ട് അതിൽ ലിസ്റ്റ് ആയിക്കോളും. ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ക്ലോസ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആണ്, ക്ലോസ് ചെയ്യണം ക്ലോസ് ആണ്. പക്ഷേ അത് മാറ്റിപ്പിടിക്കാൻ, അതായത് ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണം എന്നാണ് ബേസിക് ആയിട്ടുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ. പക്ഷേ എപ്പോഴും നമ്മളത് ഫയൽ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ക്ലോസ് ഫംഗ്ഷൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം. അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് വിത്ത് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉണ്ട് നമുക്ക്. വിത്ത് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫയൽ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി മിഷൻ തന്നെ അത് ക്ലോസ് ആവും. അതാണ് വിത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് വിത്ത് കീവേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കറക്റ്റായിട്ട് റിസോഴ്സ് മാനേജ് ചെയ്യാനും ഒരു ക്ലീനർ കോഡ് കൊടുക്കാനും വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, ഒരു എറേഴ്സ് വന്നാൽ ഹാൻഡിൽ ചെയ്യാനും ഇവരെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കണ്ടൻറ്റ് റീഡബിൾ ആയിട്ടും ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള രീതിക്കും വിത്ത് എന്ന കീവേഡ് വെച്ച് യൂസ് ചെയ്താൽ വർക്കാവും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വിത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് ആയിട്ട് എന്താ ഫയലെന്നും എന്തൊക്കെ ടൈപ്പ് ഫയൽസ് ഉണ്ടെന്നും എന്തൊക്കെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ചെയ്യാമെന്നും എങ്ങനെയാണ് വിത്ത് യൂസ് ചെയ്യുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.